Hi all, Jmain 2026 phase 1 22nd January second shift second question ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് ഏത് ചാപ്റ്റർ എന്നാണെന്ന് മനസ്സിലാവും. ഇത് പ്യുവർലി ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഓഫ് ദ നമ്പേഴ്സ് k, 2k, 3k etc. up to 1000k is 500, then k square is equal to. ഓക്കെ, അതായത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിരിക്കുകയാണ്. അതിൻ്റെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഡാറ്റയിൽ എന്തുണ്ട്? കെ എന്ന് പറഞ്ഞ അൺനോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ ആണ് നമ്മൾ എന്താക്കേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയ്ത് നമുക്ക് സെറ്റ് ആവാം. റെഡി? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചില ഒബ്സർവേഷൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ സെറ്റ് ഓഫ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എ പിയിലാണ്. റെഡിയല്ലേ? എ പിയിലാണ്. ഓക്കെ അല്ലേ? ഇവൻ എ പിയിലാണ്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ സിമ്മട്രിക് ആണ് സംഭവം. റെഡിയല്ലേ? സിമ്മട്രിക് ആണ്. അതായത് കെ ഇവിടെ 1000k, ഇവിടെ 2k, അടുത്ത എന്താണ്? ഓക്കെ, 999k. ഓക്കെ, അങ്ങനെ വരും. റെഡിയല്ലേ? അപ്പോൾ സിമ്മട്രിക്കിൻ്റെ കാര്യം നമുക്ക് ഞാനത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വാട്ട് ഇത് എ പിയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എ പിയിലാകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പിയിലാകുമ്പം ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനും അതേപോലെ മീഡിയനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മീൻ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? എളുപ്പമാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഓക്കെ, വാട്ട് ഇസ് എപ്പോഴും മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഇസ് ഇവിടെ മീനും മീഡിയനും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, മീനും അതേപോലെ മീഡിയനും എന്താണ്? ഈക്വൽ ആണ്. ബിക്കോസ് ആർ എൻ എ പി അല്ലെ? എ പിയിലായതുകൊണ്ട്. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ എങ്ങനെയാണ് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് അല്ലേ? സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 1000 ടേംസ് ഉണ്ട് അല്ലേ? 1000 ടേംസ് ഉണ്ട്. അപ്പോൾ 1000k. റെഡിയല്ലേ? 1000 ടേംസ് ഉണ്ട്. ഓക്കെ, n/2 അല്ലേ? നമുക്കറിയാം സം ഓഫ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് അല്ലേ? ഫസ്റ്റ് ടേം പ്ലസ് എന്താണ്? ലാസ്റ്റ് ടേം ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 ആൾക്കാരുണ്ട്. റെഡിയല്ലേ? ഡിവൈഡഡ് ബൈ ഓക്കെ അല്ലേ? 2. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ മക്കളെ കെ ആണ്. റെഡിയല്ലേ? ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ മക്കളെ 1000k ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ അഥവാ എന്താണ് മക്കളെ? 1000 ആണ്. റെഡിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടണം മക്കളെ? യെസ്, കെ പ്ലസ് അല്ലെ 1000k ഡിവൈഡഡ് ബൈ എന്താണ്? യെസ്, 2 എന്ന് കിട്ടും അല്ലെ? ഇതായിരിക്കും എന്താ ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് കെ പ്ലസ് 1000k എന്ന് പറഞ്ഞാൽ 1001k ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500.5k ആണ്. മനസ്സിലായല്ലേ? 500.5. അപ്പോൾ ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല. അതായത് മീൻ ഓഫ് എൻ എ പി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കിയാൽ മതി ചെയ്ത് ഞാനിവിടെ ഡിറൈവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? മീൻ ഓഫ് എൻ എ പി അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ്. നമുക്ക് ഇൻഎഫക്റ്റ് ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2. ഇൻഎഫക്റ്റ് അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും ആ ഫോർമുല അറിയില്ലെങ്കിൽ എന്താക്കുക? അത് ഡിറൈവ് ചെയ്ത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ അല്ലേ? മീൻ ഓഫ് എൻ എ പി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ പറയുക? പിന്നെ മീന് അല്ലേ മീഡിയനും എന്താണ്? സെയിം ആണ്. ബിക്കോസ് അവൻ എന്തിനാണ്? എ പിയിലായതുകൊണ്ട് അല്ലേ? എന്നുള്ള കാര്യം നമുക്ക് എന്താക്കാം? മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ മീൻ ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 500 ആണ് അല്ലേ? എന്താണ് ഒരു സെറ്റ് ഓഫ് ഡാറ്റ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അല്ലേ ഓഫ് എ ഡാറ്റ എന്ന് പറഞ്ഞാൽ സിഗ്മ xi മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എന്താണ്? n ആണ്. ഇവിടെ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷൻസ് ആണ് അല്ലേ? എം എന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയൻ ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ അല്ലേ മക്കളെ? എന്താണ് ഈ സിഗ്മ xi മൈനസ് എം എന്ന് പറഞ്ഞാൽ? അതായത് ശ്രദ്ധിക്കുക, ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കെ അല്ലേ? അതേപോലെ എന്താണ്? യെസ്, 2k, അതേപോലെ 3k, അതേപോലെ 4k അല്ലേ? പ്ലസ് എക്സെട്ര ഇവിടെ എന്താണ് മക്കളെ? യെസ്, 1000k. റെഡിയല്ലേ? പിന്നെ ഇവിടെ എന്താണ്? 999k അല്ലേ? പിന്നെ എന്താണ് മക്കളെ? 998k അല്ലേ? എക്സെട്ര ഉണ്ട്. ഓക്കെ അല്ലേ? അതിൻ്റെ നടുക്കാണെങ്കിൽ ആരുണ്ടാവും മക്കളെ? യെസ്, 500kയും ഉണ്ടാകും. റെഡിയല്ലേ? ആ 500kയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആരുണ്ടാവണം മക്കളെ? യെസ്, ഓക്കെ അല്ലേ? യെസ്, 499k ഉണ്ടാവും. റെഡിയല്ലേ? ഇവിടെ ആണെങ്കിൽ 501k ഉണ്ടാവും. റെഡിയല്ലേ? അപ്പോൾ എക്സെട്ര അല്ലേ? ഇങ്ങനെ ഞാൻ ഓരോ ഡാറ്റയും ഇങ്ങനെ എഴുതിയതാണ്. റെഡിയല്ലേ? അപ്പോൾ അതിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക്
എന്താ പറയുക, നമ്മുടെ മീഡിയൻ ഇവിടെ കിടപ്പുണ്ട് അല്ലെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അഥവാ 500.5K ആണ് എന്ത് നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞ സാധനം. റെഡിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ ഒബ്സർവേഷനിൽ നിന്നും ഈ മീഡിയനുള്ള അബ്സല്യൂട്ട് ഡിഫറൻസ് എടുക്കുക അല്ലെ. അബ്സല്യൂട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് അല്ലെ, അതായത് വലുതെന്ന് ചെറുത് കുറക്കുന്ന പോലെ. റെഡിയല്ലേ? പോസിറ്റീവ് കിട്ടിയാൽ മതി, അതിനാണ് നമ്മൾ മോഡലസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അതിന് വേണ്ടിയാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, നമ്മളെ മോഡലസ് ഇട്ടിരിക്കുന്നത്. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ലിസൺ. റെഡി? അപ്പോൾ നമുക്ക് ഇവിടെ മീൻ ഡീവിയേഷൻ എബൌട്ട്, ഓക്കെ അല്ലേ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഞാൻ എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ് അല്ലെ. അഥവാ എങ്ങനെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കുക, ഇവിടെ നിന്ന് ഓരോ ഒബ്സർവേഷനുകൾ അബ്സല്യൂട്ട് ഡിഫറൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കണേ 500.5K മൈനസ് K അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് 499.5K എന്ന് വരും. റെഡിയല്ല? ഇനി 500.5K മൈനസ് 2K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്, യെസ് 498 അല്ലെ, 498.5K എന്ന് വരും. ഓക്കെ അല്ലേ? പ്ലസ് എക്സെട്ര. റെഡിയല്ലേ? 500.5K മൈനസ് 500K എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ്, യെസ് ദാറ്റ് ഇസ് 0.5K എന്ന് വരും. റെഡിയല്ലേ? പ്ലസ് ഇനി അടുത്തത് ഇവിടുന്ന് അതേപോലെ തന്നെ 501K മൈനസ് 500K എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മക്കളെ 0.5K എന്ന് വരും. റെഡിയല്ലേ? യെസ്. ഓക്കെ, റെഡിയല്ലേ? പ്ലസ് എക്സെട്ര. അവസാനം നിങ്ങൾ നോക്കണേ മക്കളെ, ശ്രദ്ധിക്കുക, അവസാനം നിങ്ങൾ നോക്കണേ. യെസ് 500.5K ഓക്കെ മൈനസ് അല്ലെ, നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ 999 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 498.5K എന്ന് വരും. റെഡിയല്ലേ? പ്ലസ് അവസാനം ഇവിടെയാണെങ്കിൽ 500.5Kയും ഇവർ തമ്മിൽ അബ്സല്യൂട്ട് ഡിഫറൻസ് എടുക്കുവാണ് അല്ലെ എന്ന് പറഞ്ഞാൽ 499.5K എന്ന് വരും. ഓക്കെ അല്ലെ? ഹോൾ ഡിവൈഡ് ബൈ എന്താണ്, 1000 ആണ്. റെഡിയല്ലേ? മക്കളെ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സിമെട്രിക്കിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? സിമെട്രിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇത് 0.5 മുതൽ എന്താണ് 499.5 വരെയുണ്ട്. റെഡിയല്ലേ? ഇവനും അതേപോലെയാണ് 0.5 മുതൽ എന്താണ് 499.5 വരെയുണ്ട്. റെഡിയല്ലേ? അപ്പൊ നമ്മൾ എന്താക്കിയാൽ മതി, അതിനെ നമുക്ക് എന്താക്കാം, ഇവന് ടോട്ടൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അഥവാ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ 2 ടൈംസ്, ഓക്കെ അല്ലെ, 2 ടൈംസ് 0.5K. റെഡിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കെന് എല്ലാത്തിലും K ഉള്ളത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ K പുറത്തെടുക്കാം അല്ലെ. 0.5 അല്ലെ, പ്ലസ് ഇതിന് തൊട്ടിപ്പുറത്തെ നമ്പർ എന്തായിരിക്കും, ഇവിടെ 1.5 ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ 500.5 ഉണ്ട് അല്ലെ, ഇവിടെ 500K 499K ഉണ്ട് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും 1.5K എവിടെ ഉണ്ടാവും. റെഡിയല്ലേ? ഞാൻ അത് എഴുതിയിട്ടാന്നേ ഉള്ളൂ. ഇവിടെയും വന്നിട്ടുണ്ടാവും, അവിടെ 1.5K ഉണ്ടാവും. റെഡിയല്ല? സോ 1.5K. റെഡിയല്ലേ? യെസ്. ഓക്കെ അല്ലേ? പ്ലസ് എക്സെട്ര. റെഡി? ഏറ്റവും അവസാനം എന്താണ് മക്കളെ വരിക, യെസ് 499.5K എന്ന് വരും. മനസ്സിലായില്ലേ അല്ലെ? ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്ത് വരും, യെസ് 1000 എന്ന് വരും. റെഡിയല്ല? സോറി, ഞാൻ K പുറത്തെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ K പുറത്തെടുത്തത് കൊണ്ട് തന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ഓരോന്നിനും ഞാൻ K എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. K ഞാൻ എന്താക്കിയിട്ടില്ല, പുറത്തെടുത്തത് അല്ലെ. അതാണ് ഞാൻ സിമെട്രിക് എന്ന് പറഞ്ഞത്. അപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്താക്കിയാൽ മതി അല്ലെ, ഈ പറഞ്ഞ മീഡിയന്റെ അപ്പുറത്ത് നിൽക്കുന്ന സാധനങ്ങൾ എന്താണ്, സിമെട്രിക് ആയിട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ട് അതിനെ ഞാൻ ഇൻറ്റു 2 ചെയ്തു അല്ലെ. 0.5K പ്ലസ് 1.5K പ്ലസ് അല്ലെ എക്സെട്ര അല്ലെ 499.5K അല്ലെ, അത് ഞാൻ എന്താക്കി ഇൻറ്റു 2 ചെയ്തു. മനസ്സിലായില്ലേ? റെഡിയല്ലേ? ഇനി മക്കളെ ഈ 2നെ എനിക്ക് എന്താക്കാം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, നിങ്ങൾ നോക്കണേ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് K ഇവിടെ നിൽക്കട്ടെ അല്ലെ, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്നിട്ട് 1 എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെ 2 × 1.5 3 എന്ന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത 2.5 ആയിരിക്കും, അപ്പോൾ 5 എന്ന് കിട്ടും അല്ലെ. പ്ലസ് എക്സെട്ര അല്ലെ, നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 499.5 അല്ലെ K ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം മക്കളെ, യെസ് 999 എന്ന് കിട്ടും അല്ലെ. ഡിവൈഡ് ബൈ എന്താണ് 1000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് 1 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും, ഇവിടെ 500 നമ്പേഴ്സ് ഉണ്ടാവും. റെഡിയല്ലേ? ആക്ച്വലി ഇത് എന്തായിട്ട് മാറി മക്കളെ, ഇത് എന്തായിട്ട് മാറി, ദിസ് ഈസ് നത്തിങ് ബട്ട് അല്ലെ 500 നമ്പേഴ്സ് ആണ് അല്ലെ. ദിസ് ഈസ് നത്തിങ് ബട്ട് സം ഓഫ് ഫസ്റ്റ് 500 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് മാറി. റെഡിയല്ലേ? അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, n² ആണ്. റെഡിയല്ലേ? ഓക്കെ, ആക്ച്വലി n² ആണ്. അഥവാ അത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പിന്നെ എന്താ പറയുക AP വെച്ചിട്ട് എന്താക്കാം ചെയ്യാം. റെഡിയല്ലേ? AP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരു AP ആണല്ലോ അല്ലേ. അപ്പോൾ APയുടെ സം ടു n ടേംസ് എന്ന് പറഞ്ഞാൽ n/2 അല്ലെ. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. റെഡിയല്ലേ? ഇവിടെ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ്, അത് 500 ആണ്. ഓക്കെ അല്ലേ? /2 അല്ലെ ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ 999 ആണ് അല്ലെ. ഡിവൈഡ് ബൈ താഴെ എന്ത് വരും മക്കളെ 1000. റെഡിയല്ലേ?
അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, ഞാൻ അതിൽ എളുപ്പത്തിൽ ചെയ്ത് കാണിച്ചുതരാം. റെഡി. നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കണേ എന്താണ് യെസ് കെ ഇൻറ്റു അല്ലെ 500 ഇൻറ്റു അല്ലെ നമുക്കറിയാം ഇവിടെ 1000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 500 ആണ്. റെഡി അല്ലേ? ഡിവൈഡ് ബൈ താഴെ എന്ന് കിട്ടി മക്കളെ യെസ് 500 എന്ന് കിട്ടി അല്ലെ 1000 എന്ന് കിട്ടി. റെഡി അല്ലേ? നമുക്ക് എന്താക്കാം, ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം വേണമെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസലായി അല്ലെ, ഇവിടെ ഇവനും എന്തായി മക്കളെ ക്യാൻസലായി. അതേപോലെ തന്നെ ഇവിടെ 10 അതേപോലെ തന്നെ 5 അല്ലാത്ത തവണ 1 തവണ അല്ലേ, 1 തവണ ക്ഷമിക്കണം 5 1 തവണ, ഇവിടെയാണെങ്കിൽ 2 തവണ. റെഡിയല്ലേ? അപ്പോൾ ഇനി അടുത്തത് ഈ 2 ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ, എത്രയാ 250 എന്ന് നമുക്ക് കിട്ടും. റെഡിയല്ലേ? യെസ് ഓക്കെ അല്ലേ, 250 എന്ന് കിട്ടും. റെഡിയല്ലേ? കറക്റ്റ് തന്നെയല്ലേ ഞാൻ ചെയ്തത്? അതായത് ഇവിടെ 5 ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 1000 ഉണ്ട് അല്ലേ. ആ ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ ഞാൻ എന്താക്കാം, ഒന്നും കൂടി ചെയ്യാം. റെഡി അല്ലേ? ആ ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം മക്കളെ, ഒന്നും കൂടി ചെയ്യാം. അല്ലെങ്കിൽ നോക്കണേ ഇവിടെ കെ ഇൻറ്റു അല്ലേ, ഫൈനലി നമുക്ക് വന്നിരിക്കുന്നത് 500 ഇൻറ്റു 500 ആണ് അല്ലേ. കെ ഇൻറ്റു എന്താണ് മക്കളെ, യെസ് ഓക്കെ അല്ലേ, ക്ഷമിക്കണം, കെ ഇൻറ്റു എന്താണ് യെസ് 500 ഇൻറ്റു 500 ആണ് അല്ലേ. 500 ഇൻറ്റു 500 ആണ് അല്ലെ, ഡിവൈഡ് ബൈ താഴെ എന്താണ് 1000 ആണ്. റെഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണേ ഇവൻ ക്യാൻസലായി. റെഡി അല്ലേ? അതേപോലെ തന്നെ ഇവിടെ 5 അല്ലേ. അല്ലെങ്കിൽ എന്തിനാ നമ്മൾ അത്ര കഷ്ടപ്പെടുത്തി ക്യാൻസലാക്കുന്നല്ലേ, അത്ര ക്യാൻസലാക്കുന്നത് വളരെ എളുപ്പമല്ലേ. കാരണം എന്തിനാ ഞാനിപ്പോൾ അങ്ങനെ ക്യാൻസലാക്കുന്നത്, 500 ഉണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ട് 1000 ഉണ്ട് അല്ലേ. ഇവരൊരുമിച്ച് ക്യാൻസലാക്കിയത് 2 എന്ന് കിട്ടും. ഇപ്പോൾ ഇതാണെങ്കിൽ മക്കളെ 250 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ 250K എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് 500 ആണെന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിലായല്ലേ? 500 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു എന്താണ് യെസ് 500 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ 250 അല്ലെ എന്ന് പറഞ്ഞാൽ K ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ K ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് ചോദ്യം എന്താണ്, K സ്ക്വയറിനെ കുറിച്ചാണ്. K സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം മക്കളെ, യെസ് 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ K സ്ക്വയർ ഇസ് 4 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇത്ര സ്റ്റെപ്പ് ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ, കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, യാതൊരു ആവശ്യവുമില്ല. അതായത് നമുക്കറിയാം, അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താക്കാം, ഫസ്റ്റ് 500 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നമുക്ക് ഡയറക്റ്റ് 500 സ്ക്വയർ എന്നാക്കാം. അതാണ് 500 ഇൻറ്റു 500. മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ബൈ ബൈ.